ദാഹിച്ചു വലഞ്ഞു ഞാൻ, ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു ഞാൻ, ദാഹത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. Chapter 1 verse 9 to 14. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളെ ഞാനൊന്ന് ആദ്യമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾക്കാണ് ഈ 6 വാക്യങ്ങളിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായിട്ട് നിറയുക എന്നുള്ളൊരു പദം നമുക്ക് കാണുവാൻ കഴിയും, ബി ഫിൽഡ്. രണ്ടാമതായിട്ട് കാണുന്നത് ഫലമുണ്ടാകണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. മൂന്നാമതായിട്ട് കാണുന്നത് ബലപ്പെടണം, ബി സ്ട്രെങ്തൻഡ്. നാലാമതായിട്ട് നാം കാണുന്നു സ്തോത്രം ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇനി കുറച്ചുകൂടെ ഈ 4 കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ളത് കൂടെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് നിറയുക എന്നുള്ളതാണ്. എന്തിലാണ് നിറയേണ്ടത്? സ്തോത്രം. നാം ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞവരാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവഹിതം, വിൽ ഓഫ് ഗോഡ്. അപ്പം ദൈവ ഇഷ്ടത്തെക്കുറിച്ചുള്ള അറിവ്, അതിൽ നാം നിറഞ്ഞു വരണം. ഒന്നാമത്തെ കാര്യം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതവിടെ പറയുന്നുണ്ട്, കർത്താവിന് യോഗ്യമായി നടക്കുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ. അപ്പോൾ ദൈവത്തിന് യോഗ്യമായ ഒരു ജീവിത നിലവാരത്തിൽ നാം എത്തിച്ചേരുവാൻ ദൈവഹിതം നന്നായി അറിയേണ്ടത് ആവശ്യമാണ്. ആ അറിവിൽ നാം അനുദിനം നിറഞ്ഞു വരണം. അപ്പോൾ ഓരോ ദിവസവും ദൈവഹിതം തിരിച്ചറിയുന്നവരായി, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരായി നാം മാറണം. അറിഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യുന്നവരായി തീരണം. ദൈവഹിതം നിറവേറ്റണം. എന്തിനാണ് ദൈവഹിതം നിറവേറ്റുന്നത്? കർത്താവിന് യോഗ്യമായി നടക്കുവാൻ, ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12. സോറി, സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12. 2 തെസ്സലോനി 1:12. തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്ന് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് വിളിക്ക് യോഗ്യരായി എണ്ണണം. സ്തോത്രം. വിളിക്ക് യോഗ്യരായി എണ്ണുക എന്ന് പറയുമ്പോൾ ആ വിളിച്ചിരിക്കുന്നത് എന്തിനാണോ അതനുസരിച്ച് നാം നടക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവഹിതം അതനുസരിച്ച് നാം നടക്കുമ്പോൾ കർത്താവിന് യോഗ്യമായി നാം ജീവിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ ഭാഗം ഇങ്ങനെയാണ്. 4-ാം അധ്യായം കൊലോസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 12, 4:12. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. He always laboring earnestly for you in his prayers, that you may stand perfect and fully assured in all the will of God. ദൈവത്തിന്റെ എല്ലാ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടമൊക്കെയും തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങൾ നിലനിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, കൊലോസ്യലേഖനത്തിൽ നാം വായിക്കുന്നത് ദൈവഹിതത്തിൽ, ആ അറിവിൽ നാം നിറഞ്ഞു വരണം. അതാണ് ഏറ്റവും പ്രാരംഭമായിട്ട് അവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫലമുണ്ടാകണം. ഏത് കാര്യത്തിൽ? സൽപ്രവൃത്തികളിൽ നാം ഫലം കായ്ക്കുന്നവരായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ ഇനി എങ്ങനെയുള്ളതായിരിക്കണം? ഒരു ദൈവ പൈതലിന് യോജിച്ചതായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം? യേശുക്രിസ്തു താൻ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. തുടർന്ന് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതായത് മുന്തിരിവള്ളിയാകുന്ന, സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ വസിച്ചാൽ കർത്താവ് നമ്മിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കർത്താവിൽ നാം വസിച്ചാൽ കർത്താവ് ചെയ്യുന്നതൊക്കെയും നാം ചെയ്യുവാനിടയായിത്തീരും. കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതൊക്കെയും ചെയ്യുന്നവരായി നാം മാറ്റപ്പെടും. സ്തോത്രം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കർത്താവായ യേശുവിൽ നാം വസിക്കണം. സ്തോത്രം. അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് കൊലോസ്യ ലേഖനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. രണ്ട് കാര്യങ്ങളാണ് 10-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഒന്ന്, സൽപ്രവൃത്തികളിൽ നാം ഫലം കായ്ക്കുന്നവരായി തീരണം. രണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. സ്തോത്രം. എന്തിനു വേണ്ടിയിട്ടാണ് നാം ഫലം കായ്ക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് നാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരേണ്ടത്? ആദ്യം ചിന്തിച്ചതും ഇതുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ചിന്തിച്ചത് ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, ദൈവഹിതത്തെക്കുറിച്ച്. ഇപ്പോൾ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. അപ്പം ദൈവത്തെ അറിയുന്നതും ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. അത് പലപ്പോഴും തിരിച്ചറിയാത്തതാണ് നമ്മുടെ പല പരാജയങ്ങൾക്കും കാരണം. അപ്പൊ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നാം സൽപ്രവൃത്തികളിൽ ഫലം കായ്ക്കണം. അതിന് ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ വസിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് യേശു പറയുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. കർത്താവിൽ വസിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. വേറെ ഏതെങ്കിലും ഫലം കായ്പാൻ കഴിയുമായിരിക്കും. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം, ദൈവികമായ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ തന്നെ നാം വസിക്കണം. മുന്തിരിവള്ളിയുടെ കൊമ്പിന് മുന്തിരിങ്ങ മാത്രമേ കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. വേറെ ഒരു ഫലവും അതിനകത്തൊന്നും വരത്തില്ല മുന്തിരിവള്ളിയിലാണെങ്കിൽ. സ്തോത്രം.
അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഫലം കായ്ക്കും. ഏത് ഫലം? കർത്താവ് ആഗ്രഹിക്കുന്ന മുന്തിരിയുടെ അനുഭവം നമ്മിൽ നിന്ന് പുറത്തു വരും. എന്നിട്ടാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തു വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, ഞാൻ നിങ്ങൾക്കത് തരാം. സ്തോത്രം. അപ്പം നമ്മിൽ പലരും എന്താ എടുക്കുന്നത്? ആ ഭാഗം മാത്രം എടുക്കും. നിങ്ങൾ എന്തു വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, അത് നമുക്ക് കിട്ടും. എന്തു പ്രാർത്ഥിച്ചാലും നമുക്ക് കിട്ടും. നമുക്ക് പ്രയോജനമുള്ള ഭാഗം മാത്രം നാം അടർത്തിയെടുത്തിട്ടാണ് പലപ്പോഴും നമ്മൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്തു പ്രാർത്ഥിച്ചാലും തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം? ക്രിസ്തുവിൽ വസിക്കണം. അപ്പോൾ ക്രിസ്തുവിൽ വസിച്ചാൽ എന്ത് ചോദിച്ചാലും തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിൽ വസിച്ചാൽ. ഈ അടുത്ത ഒരു കാര്യം നമ്മളെ ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. മുന്തിരി വള്ളിയിൽ വസിക്കുന്ന കൊമ്പിന് എന്തായിരിക്കും ആഗ്രഹം? എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മുന്തിരി വള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പിന്? അതിന് ആകപ്പാട് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മുന്തിരിങ്ങ കായ്ക്കണം. മുന്തിരി വള്ളിയിൽ വസിക്കുന്ന കൊമ്പിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മുന്തിരിങ്ങ എന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടണം. വേറെ എന്താഗ്രഹിച്ചിട്ടും കാര്യമില്ല, വേറെ ഒന്നും ആഗ്രഹിക്കാനും പറ്റത്തില്ല. അതാണ് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ക്രിസ്തുവിന്റെ ഫലം കായ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ആത്മാവിന്റെ ഫലം കായ്ക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. അവന്റെ പ്രാർത്ഥനയും അത് തന്നെയായിരിക്കും. എനിക്ക് ആത്മഫലം പുറപ്പെടുവിക്കുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. എന്നിൽ നിന്ന് ആത്മഫലം പുറപ്പെടണം. നീ ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടണം. അതുമാത്രമായിരിക്കും ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ പ്രാർത്ഥന. അത് മതി. അത് മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് നമ്മെ സഹായിക്കാനാണ് തന്റെ ആത്മാവിനെ നമ്മെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് തുണ നിൽക്കുവാൻ, നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുവാൻ ദൈവം തന്റെ ആത്മാവിനെ തന്നിരിക്കുകയാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നാം അറിയുന്നില്ല. കാരണം വേണ്ടും പോലെ നാം വസിക്കാത്തത് കൊണ്ടാണ് വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ അറിയാത്തത്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം കൊലോസ്യലേഖനത്തിൽ നാം വായിച്ചത്, ഫലമുണ്ടാകണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ നിലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. ഇങ്ങനെയാണ് അങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി. സ്തോത്രം. എല്ലാ നിലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഫലം കായ്ക്കണമെന്നും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണമെന്നും പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നാം വർദ്ധിച്ചു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കുവാൻ കഴിയും. സ്തോത്രം. അപ്പം അതിന്റെ ഓപ്പോസിറ്റ്, മറുവശം നാം ചിന്തിച്ചാൽ, ദൈവത്തെക്കുറിച്ച് ശരിയായി അറിയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇനിയും രണ്ട് കാര്യം കൂടെ നാം വായിച്ച വേദഭാഗത്തുണ്ട്, എങ്കിലും ഞാൻ അവിടെ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, ദൈവഹിതത്തിലുള്ള അറിവിൽ നാം നിറയണം. എന്തിനാണ്? കർത്താവിന് യോഗ്യമായി നടപ്പാൻ, ജീവിക്കുവാൻ. രണ്ടാമത്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. എന്തിനാണ്? ദൈവത്തെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം രണ്ട് കാര്യങ്ങളാണ് ഊന്നൽ കൊടുത്തുകൊണ്ട് കൊലോസ്യലേഖനം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. സ്തോത്രം. ദൈവഹിതം തിരിച്ചറിയുക, ദൈവഹിതത്തിൽ വളരുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കുറിച്ച് എന്താണ് നമുക്കറിയാവുന്നത്? സ്തോത്രം.
ദൈവത്തിന്റെ നാമങ്ങൾ തന്നെ ദൈവത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ്. എബ്രായ ഭാഷയിൽ ദൈവത്തിന്റെ പേരുകൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി 1 തുടങ്ങുന്നത് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഏലോഹീം എന്നാണ് ദൈവത്തെ സംബോധന ചെയ്തിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏലോഹീം എന്ന് പറഞ്ഞാൽ സർവ അധികാരവും ശക്തിയുമുള്ളവൻ. പിന്നെ നാം കാണുന്നത് ഏൽ എല്യോൻ, പിന്നെ ഏൽ ഓലാം, ഏൽ രോഹി, ഏൽ ഷദ്ദായി. ഇങ്ങനെ പല പദങ്ങൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാകുവാൻ വേണ്ടി ദൈവം തന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തെ തിരിച്ചറിയാനാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരാനാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ വാക്കുകൾ നമുക്കത്ര പരിചിതമില്ലാത്തത് കൊണ്ട് നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട, ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ട ഒരു പദമെന്ന് പറയുന്നത് ദൈവം സർവാധികാരിയായ ദൈവമാണെന്നുള്ളതാണ്. ദൈവം സർവാധികാരിയായ ദൈവമാണ് എന്ന് പറയുന്നാൽ അവർ ഗോഡ് ഈസ് സോവറൈൻ ഗോഡ്. അവന്റെ പരമാധികാരത്തെ നാം തിരിച്ചറിയണം. ആദ്യമായിട്ട് പരമാധികാരം. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാം. 103-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം, Psalms 103 verse 19. 103-ന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. രാജത്വം. The Lord has established his throne in the heavens and his sovereignty rules over all. Sovereignty. ദൈവത്തിന്റെ സർവാധികാരം, പരമാധികാരം. ഇനി അടുത്തൊരു വാക്യം കൂടെ നമുക്ക് നോക്കാം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, 1 Timothy chapter 6 verse 15. 6-15. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 15-ാം വാക്യം. 1 Timothy chapter 6 verse 15. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും, he who is the blessed and only sovereign. ദൈവം മാത്രമാണ് പരമാധികാരി. സർവാധികാരിയായ ദൈവം ഒരുവൻ മാത്രം. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പരമാധികാരത്തെ, ദൈവത്തിന്റെ സർവാധികാരത്തെ നാം ആദ്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ അല്പമെങ്കിലും നമുക്ക് അറിയുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവത്തെ പൂർണ്ണമായിട്ട് ഇന്നുവരെ ആർക്കും അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതൊരു മനുഷ്യ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. എങ്കിലും ദൈവം തന്നെ പല സാഹചര്യങ്ങളിൽ, പലയിടങ്ങളിൽ, പലക്കായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മോശയ്ക്ക് തന്നെ ദൈവം തന്റെ ഒരു ഭാഗം കാണിച്ചു കൊടുത്തു. മോശയോട് ദൈവം പറഞ്ഞു, എന്നെ മുഴുവനായിട്ട് കാണുവാൻ നിനക്ക് കഴിയത്തില്ല, നീ ജീവനോട് ഇരിക്കത്തില്ല. ദൈവത്തെ പൂർണ്ണമായി കണ്ട ഒരു മനുഷ്യൻ പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ആ തിമോത്തിയോസിന് എഴുതിയ ആ 1-ാം ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യം നാം തുടർമാനമായിട്ട് വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ധന്യനാണ്, ഏകാധിപതിയാണ്, രാജാധിരാജാവാണ്, കർത്താധികർത്താവാണ്, അമർത്യനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, മനുഷ്യർ ആരും കാണാത്തവനാണ്, ആർക്കും കാണുവാൻ കഴിയാത്തവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഇവിടെ അല്പമായിട്ട് പൗലോസ് തിമോത്തിയോസിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്തോത്രം. നമ്മുടെ മനസ്സിൽ അതെല്ലാം ഇരിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത് നാം കാണുന്നത് 115-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. അതിന്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ പരമാധികാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? Psalms 115 verse 3.
നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുവാൻ കഴിയുന്നത് ഒരേ ഒരുത്തൻ മാത്രം, സർവാധികാരിയായ ദൈവം. ഹല്ലേലൂയ. അവനല്ലാതെ മറ്റാർക്കും തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. സങ്കീർത്തനത്തിൽ ദൈവം തന്റെ ഭക്തന് വെളിപ്പെടുത്തി കൊടുത്തതാണ്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നവനായ ഒരുവൻ, സ്വർഗത്തിലിരിക്കുന്നവൻ, അത്യുന്നതനായ ദൈവം, സർവാധികാരിയായ ദൈവം. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ യോബിന്റെ പുസ്തകം 33 അധ്യായം അതിന്റെ 13 വാക്യം നമുക്കൊന്ന് നോക്കാം. 33:13. 33:13. നീ അവനോട് എന്തിനു വാദിക്കുന്നു? തന്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ. That he does not give an account of all his doings. ദൈവത്തിന് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ പരിശുദ്ധനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ സ്നേഹവാനാണ്, അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്, അവൻ നീതിമാനാണ്. സ്തോത്രം. അവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന, പൂർണ്ണനായിരിക്കുന്ന മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ട്, അവൻ ചെയ്യുന്നതൊക്കെയും പൂർണ്ണതയുള്ള പ്രവൃത്തികളായതുകൊണ്ട് അവന് മറ്റൊരാളോട് കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. എന്നാൽ നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കണം. കാരണം നാം പൂർണ്ണരല്ല. സ്തോത്രം. നമ്മെ ആ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവനെ പോലെ ആക്കി തീർക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ, അവന്റെ പരമാധികാരത്തെ നാം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് തന്റെ ലേഖനത്തിൽ 1 അധ്യായം 5 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 5. 1:5. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. സ്തോത്രം. പല കാര്യങ്ങളും നാം തിരിച്ചറിയുന്നില്ല. നാം ദൈവത്തെ തന്നെ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ യാക്കോബ് ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം. ഇത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ജ്ഞാനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ വിഷയം, അവിടെ ആ സാഹചര്യം എന്ന് പറയുന്നത് പരീക്ഷകളെ കുറിച്ച് പറയുകയാണ്. 2 മുതലുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. അതാണ് സാഹചര്യം. അപ്പോൾ പരീക്ഷയാണ് സാഹചര്യം. 10ാം ക്ലാസ്സിലെ പരീക്ഷയല്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, അനുദിനം ഉണ്ടാകുന്ന പരിശോധനകള്, പ്രലോഭനങ്ങള്, പരീക്ഷകള്, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം. അതിൻ്റെ അകത്ത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരീക്ഷ പാസ്സാകാനല്ല, അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിനായിട്ടല്ല. എന്തുകൊണ്ടാണ് ദൈവമേ ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. Give me the understanding to know why I am in this situation. എനിക്ക് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. അതാണ് പ്രാർത്ഥന. സ്തോത്രം.
പലപ്പോഴും നമുക്ക് നമ്മുടെ സാഹചര്യം തിരിച്ചറിയാതെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു രോഗം നമ്മെ ബാധിച്ചാൽ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ രോഗം മാറ്റണമേ എന്നായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന. ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് എന്നെ സൗഖ്യമാക്കണമേ എന്നായിരിക്കും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നാം മനുഷ്യരാണ്, മാനുഷികമായ ബലഹീനതകളുണ്ട്, ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പോയേക്കാം. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഒരു രോഗം നമ്മെ പിടിച്ചാൽ, നാം ഒരു കഷ്ടത്തിൽ അകപ്പെട്ടാൽ, നാം ദൈവത്തോട് ചോദിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അവൻ ഇങ്ങനെയാണ്: ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം പിടിപെട്ടു? എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടം എന്റെ ജീവിതത്തിൽ വന്നു? ഇതുകൊണ്ട് ദൈവമേ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. അതാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. കാരണം ദൈവം തന്റെ പരമാധികാരത്തിൽ അനുവദിച്ചതാണ് ഈ കഷ്ടം, ഈ രോഗം. ദൈവത്തെ ചോദ്യം ചെയ്യരുത്. നമുക്കറിയാം, ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്തു. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇയ്യോബ് ആരായിരുന്നു? ഇയ്യോബ് വളരെ നിഷ്കളങ്കതയോടെ, ഭക്തിയോടെ ജീവിച്ച ഒരു ദൈവ പൈതലായിരുന്നു. അബ്രഹാമിന്റെ കാലഘട്ടത്തിലായിരിക്കണം ഇയ്യോബ് ജീവിച്ചത് എന്ന് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇയ്യോബ് ഒരു ദൈവഭക്തനായിരുന്നു എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിചാരിതമായി ചില കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ, തനിക്കുണ്ടായിരുന്ന സകലവും നഷ്ടപ്പെട്ടപ്പോൾ, തന്റെ മക്കള് പോയി, തന്റെ ബിസിനസ് എല്ലാം തകർന്നുപോയി, തന്റെ ശരീരത്തിലെ രോഗമായി, തന്റെ ഭാര്യ പോലും തന്നെ വെറുക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. ഇയ്യോബ് ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു, ദൈവം തന്നു ദൈവം എടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയ്യോബിന്റെ 3 കൂട്ടുകാർ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബ് അറിയാതെ തന്റെ നാവിൽ നിന്ന് ചില വാക്കുകൾ ഉരുവിടുവാനിടയായി തീർന്നു. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ആ പ്രയാസത്തിൽ ഇയ്യോബ് ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി. ഞാൻ നീതിമാനാണ്, എനിക്ക് ഇങ്ങനെ കഷ്ടം വരാൻ പാടില്ല. ഞാനൊരു ഭക്തനാണ്, എനിക്ക് പ്രയാസങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇയ്യോബ് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ, സ്വയം നീതീകരിച്ചു തുടങ്ങിയപ്പോൾ, ഈ കഷ്ടമൊന്നും, ഈ രോഗമോ പ്രയാസങ്ങളൊന്നും എന്റെ തെറ്റുകൊണ്ടല്ല എന്ന് ഇയ്യോബ് വാദിക്കുവാൻ തുടങ്ങി. അത് വാസ്തവമാണ്. ഇയ്യോബിന്റെ തെറ്റുകൊണ്ടല്ല അത് സംഭവിച്ചത്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഫോൾട്ട്. ഇയ്യോബ് പാപം ചെയ്തത് കൊണ്ടല്ല സംഭവിച്ചത്, പക്ഷെ ദൈവം അനുവദിച്ചതാണ്. ദൈവത്തിന്റെ പരമാധികാരത്തെ ഇയ്യോബ് ചോദ്യം ചെയ്തപ്പോൾ ദൈവം തന്നെ നേരിട്ട് ഇയ്യോബിനോട് സംസാരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്ന വേദഭാഗം വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ രീതിയിലാണ് ദൈവം ഇയ്യോബിനോട് സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 38-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ചാപ്റ്റർ 38 ഇയ്യോബിനോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ ആദ്യമേ ദൈവം ചോദിച്ചത്? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നത് ആരാണ്? എടാ ഇയ്യോബേ, നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞ ഇയ്യോബേ, നീ എന്താ ഒരു പൊട്ടനെ പോലെ സംസാരിക്കുന്നത്? ബുദ്ധിയില്ലാത്തവനെ പോലെ നീ എന്താണ് സംസാരിക്കുന്നത് എന്നാണ് ദൈവം ചോദിക്കുന്നത്. അറിവില്ലാത്ത വാക്കുകൾ. ഇയ്യോബിന് ജ്ഞാനം കുറവാ എന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്ത് ജ്ഞാനം കുറവാന്ന്? ദൈവഹിതം സംബന്ധിച്ച് വളരെ നിശ്ചയമുണ്ടായിരുന്ന വ്യക്തിയാ. അതാണ് 1-ാമത്തെ പാട്ട്, ദൈവഹിതം. താൻ തനിക്ക് വേണ്ടി യാഗമർപ്പിച്ചിരുന്നു. വളരെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു ദൈവഭക്തൻ തന്റെ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിച്ചു. സമയാസമയങ്ങളില് വിശ്വസ്തയോടെ തന്റെ ബിസിനസ് ചെയ്തു. സാധുക്കൾക്ക് കൊടുത്തു, ദരിദ്രർക്ക് കൊടുത്തു, വിധവമാർക്ക് കൊടുത്തു, പരദേശികൾക്ക് കൊടുത്തു, എല്ലാവരെയും സഹായിക്കുന്നവൻ. പക്ഷേ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിഞ്ഞില്ല.
ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അതാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. നമുക്ക് പഠിക്കുവാൻ വേണ്ടി അത് എഴുതിയിരിക്കുന്നതാണ്. നാം പലപ്പോഴും ദൈവഹിതം ചെയ്യുന്നവരായിരിക്കും, പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ദാനം ചെയ്യുന്നവരായിരിക്കും, വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കും. പക്ഷെ ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? ദൈവം ആരെന്ന് യഥാർത്ഥമായി നാം ഗ്രഹിച്ചിട്ടുണ്ടോ? ഇയ്യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കാൻ പോവുകയാണ്, നീ ആരെ മൂർഖിക്കൂ? സ്തോത്രം. ഓരോരോ കാര്യങ്ങൾ 38 മുതലുള്ള അധ്യായങ്ങൾ, അതിലേക്ക് പോകുവാൻ നമുക്കിപ്പോൾ അത്ര സമയം എടുക്കുന്നില്ല. കൂടുതൽ സ്തോത്രം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഭാഗങ്ങൾ വായിച്ചാൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം തന്റെ പരമാധികാരത്തെ, തന്റെ സർവശക്തിയെ, തന്റെ സർവജ്ഞാനത്തെ അവൻ വെളിപ്പെടുത്തുന്നത് 38 മുതൽ 41 വരെയുള്ള അധ്യായങ്ങളിൽ ഇയ്യോബിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. താൻ ലോകത്തെ സൃഷ്ടിച്ചത്, ജീവജാലങ്ങളെ സൃഷ്ടിച്ചത്, മനുഷ്യന്റെ അകത്ത് ജ്ഞാനം വെച്ചു കൊടുത്തത്, സ്തോത്രം, മഴ പെയ്യിക്കുന്നത്, ഓരോ കാര്യങ്ങളും ദൈവം ഇയ്യോബിനോട് ഓരോന്നോരോന്നായിട്ട് ചോദിക്കുകയാണ്. സ്തോത്രം. അവിടെ ഓരോ കാര്യങ്ങൾക്കും ഉത്തരം പറയാതെ ഇയ്യോബ് ഇടയ്ക്കൊരവസരം കിട്ടിയപ്പോ പറഞ്ഞു, 40-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. ഇത്തരം തരം വലിയ കാര്യമായിട്ട് കൂട്ടുകാരെ എല്ലാം ചാടിച്ച് വളരെ ഉച്ചത്തിൽ സംസാരിച്ചിരുന്ന ഇയ്യോബ് ഇപ്പോ കൈ കൊണ്ട് വാ പൊത്തി ദൈവത്തോട് പറയുകയാണ്, ഇല്ല, ഞാൻ നിസ്സാരനാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന് സമ്മതിക്കുന്ന ഇയ്യോബ്. 42-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇയ്യോബ് സംസാരിക്കുകയാണ്. എന്താ ഇയ്യോബ് സംസാരിക്കുന്നത്? നിനക്ക് സകലവും കഴിയും. സ്തോത്രം. ദൈവത്തെക്കുറിച്ച് അല്പം അറിയുവാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ച് അല്പം അറിയുവാൻ തുടങ്ങിയപ്പോൾ സ്വയം താഴ്ത്തുന്ന ഒരു ദൈവഭക്തനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അല്പമായ അറിവ് കിട്ടി. 2-3 അധ്യായങ്ങളിലൂടെ ദൈവം ഒന്ന് ഇയ്യോബിനോട് സംസാരിച്ചതേ ഉള്ളൂ. സ്തോത്രം. അവിടെ ഇയ്യോബ് പറയുകയാണ്, നിനക്ക് സകലവും കഴിയും, നീ സർവശക്തനാണ്, നീ പരമാധികാരിയായ ദൈവമാണ്, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നൊരുവൻ ആര്? അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. സമ്മതിക്കുകയാണ്, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഇത്ര നാളെ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പൊ പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, അവൻ നിനക്ക് സകലവും അറിയാം, ഞാൻ നിന്നോട് ചോദിക്കും, നീ എന്നെ പഠിപ്പിക്കണമേ, ഗ്രഹിപ്പിക്കണമേ. അതാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞത്, 1:5 പറഞ്ഞത്, നിങ്ങളെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ജ്ഞാനം നൽകുവാൻ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ദൈവം പ്രാർത്ഥന കേട്ട് ജ്ഞാനം നൽകും. എന്റെ ജീവിതത്തിൽ ഈ കഷ്ടമെന്ത്, ഈ പ്രതികൂലമെന്ത്, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊന്നും സാധ്യമാകുന്നില്ല, എന്തുകൊണ്ട് എല്ലായിടങ്ങളിലും തകർച്ച, എന്തുകൊണ്ട് ഈ മനോഭാരം, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ ഒറ്റപ്പെടല്, എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഞാൻ ചുറ്റുപാടും നോക്കുമ്പോൾ ആർക്കും ഇങ്ങനെയുള്ള പ്രയാസമില്ലല്ലോ. എന്തുകൊണ്ട് ദൈവമേ ഞാൻ, എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്ന് ചോദിക്കുമ്പോൾ, എന്ന് കരയുമ്പോൾ, എന്ന് ചിന്തിക്കുമ്പോൾ അവൻ ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നീ ദൈവത്തോട് ചോദിക്ക്. സ്തോത്രം. ദൈവത്തോട് സംസാരിക്ക്. ദൈവമേ, ഇതിന്റെ അകത്ത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവമേ, നീ
എന്താണ് ഇതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ എനിക്ക് നൽകുന്നത് കൊണ്ട് എന്നിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? സ്തോത്രം. ചില സ്ഥലങ്ങളിൽ ദൈവം പറയും മിണ്ടാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ചില സ്ഥലങ്ങളിൽ ദൈവം നാം ചെയ്യേണ്ടത് ചെയ്യുവാൻ പറയും. സ്തോത്രം. യോബ് എന്താ ചെയ്തത്? യോബ് 42-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. അടുത്ത വാക്യം വളരെ പ്രസക്തമാണ്. 5-ാമത്തെ വാക്യം 42:5. യോബിന്റെ പുസ്തകം ജോബ് 42:5. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഒരു യഥാർത്ഥ ആത്മീകന്റെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം അല്പമായി തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ദൈവഭക്തനായ ഇയ്യോബ് തന്നെ താഴ്ത്തി താൻ ഒരു ക്ഷമാപണം ചെയ്തുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നെക്കുറിച്ച് അല്പമേ കേട്ടിരുന്നുള്ളൂ, ഒരല്പം മാത്രമേ എനിക്ക് നിന്നെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. ഇന്ന് അനേകർ പ്രശംസിക്കുന്നുണ്ട്, എനിക്ക് ദൈവത്തെ അറിയാം, ദൈവത്തെ പൂർണ്ണമായിട്ടറിയാം. ദൈവത്തിന്റെ ത്രിയോഗത്വത്തെ തന്നെ പഠിപ്പിക്കുന്ന ഒത്തിരി മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമല്ല. ദൈവത്തെ പൂർണ്ണമായിട്ട് ഇന്ന് വരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തുമില്ല. പക്ഷേ ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണമെന്നാണ് കൊലോസ്യ ലേഖനത്തിൽ നാം പ്രാരംഭമായിട്ട് വായിച്ചത്. വർദ്ധിച്ചു വരണം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ എപ്പോഴാ അറിയുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ, നമ്മളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ, നമ്മളിൽ നിന്ന് കേൾക്കുമ്പോൾ, നമ്മളോട് ചോദിക്കുമ്പോൾ, അങ്ങനെ നമ്മോട് കൂടെ വസിക്കുമ്പോൾ ഓരോ ദിവസവും അവർ നമ്മെ മനസ്സിലാക്കുകയാണ്, നമ്മെ അവർ തിരിച്ചറിയുകയാണ്. അത് 10 വയസ്സിൽ തീരുന്നില്ല, 15 വയസ്സിൽ തീരുന്നില്ല, 20-ലോ 25-ലോ ഒന്നും നമ്മുടെ മാതാപിതാക്കളെ മനസ്സിലാക്കേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് 50 ആയാലും 60 ആയാലും അത് തീരുന്നില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതതിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. പൂർണ്ണമായി നമുക്കവരെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യായുസ് കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ സർവശക്തനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. പക്ഷെ നമ്മുടെ ഓരോ ദിവസവും ദൈവത്തെ അറിയുന്ന അറിവിൽ നാം വർദ്ധിച്ചു വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ നിലയിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. അപ്പോൾ ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ സർവാധികാരത്തെയാണ്. സ്തോത്രം. അവിടെ ഇയ്യോബ് തന്നെ ഏൽപ്പിച്ച് മാനസാന്തരപ്പെട്ട ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എന്താണ് ദൈവമേ നീ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യന് കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ സാഹചര്യത്തിലും ദൈവമേ ഇത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഞാൻ എന്താണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് എന്ന ജ്ഞാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും ദൈവം മറുപടി നൽകുമെന്നും പൂർണ്ണ ഉറപ്പോടെ വേണം ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്തോത്രം, ദൈവത്തിന്റെ അടുക്കെ ചെല്ലുന്നവൻ, ഹീബ്രു 11:6, 11:6, എബ്രായ ലേഖനം 11:6, അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ അടുക്കെ ചെല്ലുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, തന്നോട് യാചിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. ചുമ്മാതെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അപ്പം സ്തോത്രം, നമുക്കാണെങ്കിൽ തന്നെ ഒരു ചെറിയ വിശ്വാസമുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും ചോദിച്ചാൽ
അവർ തരുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങൾ അപ്പനോടോ അമ്മയോടോ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർ ചോദിക്കത്തില്ല, കാരണം അവർക്കറിയാം ഇത് ചോദിച്ചാൽ കിട്ടത്തില്ലെന്ന്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവ് മനുഷ്യരായ നമുക്കുണ്ടെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിലധികം തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് എന്താ ഇഷ്ടം, ദൈവത്തോട് എന്താ ചോദിക്കേണ്ടത്, എന്ത് ചോദിച്ചാലാണ് ദൈവം തരുന്നത്, അത് തിരിച്ചറിയുന്നുവെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് ദൈവത്തോട് ചോദിപ്പാൻ കഴിയും. അതാണ് എബ്രായ ലേഖനം 11:6 പറയുന്നത്. സ്തോത്രം. ഇനി കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, സംശയിക്കാതെ നിങ്ങൾ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. മാത്യു 11:23, മത്തായി 11:23. സംശയിക്കരുത്. നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എൻ്റെ ഈ സാഹചര്യം എന്തുകൊണ്ടാണ് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പം സംശയിക്കാതെ ചോദിക്കണം. ദൈവം മറുപടി പറയും. ദൈവം മറുപടി തരുമെന്നുള്ള ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ അങ്ങ് മാറ്റണമേ, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ സാഹചര്യം മാറ്റണമേ, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ മാറ്റണമേ, ഒന്നുകിൽ കഷ്ടം മാറ്റണമേ, അല്ലെങ്കിൽ ഈ കഷ്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. ഇതാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ സർവാധികാരം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദൈവമേ ഈ കഷ്ടം എനിക്ക് വരുവാൻ കാരണം എന്താണ്, ഇതിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. കഷ്ടത്തിൽ നിന്ന് മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നില്ല. കാരണം യേശുക്രിസ്തു പോലും ഗത്സമനെ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് മാറ്റണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് അല്പം വ്യത്യസ്തമായിട്ടാണ് യേശു പ്രാർത്ഥിച്ചത്. അവിടെ യേശു ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, കഴിയുമെങ്കിൽ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ മാറ്റുവാൻ മറ്റൊരു സാധ്യതയുണ്ടെങ്കിൽ എന്നാ ആ കഴിയുമെങ്കിൽ എന്നുള്ളതിന്റെ അർത്ഥം. അല്ലാതെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാധ്യതയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ല. ദൈവം സർവശക്തനാണ്, ദൈവത്തിന് എന്തും സാധ്യമാണ്. പക്ഷേ അവിടുത്തെ ചോദ്യം ഇതാണ്, യേശുക്രിസ്തു പിതാവിനോട് ചോദിക്കുന്ന ഇതാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ മറ്റേതെങ്കിലും വിധത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറുമാറാകട്ടെ. സ്തോത്രം. പലപ്പോഴും നമ്മൾ വാശി പിടിച്ച് പ്രാർത്ഥിക്കുമല്ല, ഇങ്ങനെ തന്നെ എനിക്ക് വിടുതൽ വേണം, എനിക്ക് ഇന്ന് തന്നെ രോഗത്തിന് സൗഖ്യം വേണം, എനിക്ക് ഇന്ന് തന്നെ എന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ജ്ഞാനത്തിനായി ആദ്യം പ്രാർത്ഥിക്കണം. 1-2 ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദാനിയേലിന്റെയും കൂട്ടരുടെയും കാര്യങ്ങൾ എടുത്താൽ മതി. ദാനിയേലിന്റെ കൂട്ടുകാര് രാജ്യത്ത് രാജാവ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ രാജാവ് നാട്ടിയ ബിംബത്തെ ഞങ്ങള് നമസ്കരിക്കത്തില്ല എന്നവരൊരു തീരുമാനമെടുത്തു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റാരോടുമല്ല, രാജാവിനോട് തന്നെ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ പ്രമാണം പറയുന്നത് ദൈവത്തെയല്ലാതെ മറ്റാരെയും വണങ്ങരുത്, ആരാധിക്കരുത്. അതുകൊണ്ട് രാജാവ് നാട്ടിയ ബിംബത്തെ ഞങ്ങൾക്ക് ആരാധിപ്പാൻ കഴിയത്തില്ല. ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. അതിന്റെ അകത്ത് അവരൊരു കാര്യം കൂടെ കൂട്ടിപ്പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം സർവശക്തന, ഞങ്ങളെ ഈ രാജാവിന്റെ കയ്യിൽ നിന്നും തീയിൽ നിന്നും രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന്റെ സർവശക്തി. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. രാജാവെ, ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിനൊരു പരമാധികാരമുണ്ട്. ദൈവം സർവാധികാരിയാണ്. അപ്പം ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കണമെന്നാണോ വേണ്ടയെന്നാണോ ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, അത് ഞങ്ങൾക്ക് അറിയത്തില്ല. വി ഡോണ്ട് നോ whether our God wants to deliver us or he wants us not to deliver. ഇത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് ദൈവം തന്റെ പരമാധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. Because our God is sovereign God. He decides. ഡിസൈഡ് ചെയ്യുന്ന ഞാനല്ല, തീരുമാനമെടുക്കുന്ന ഞാനല്ല. എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും, ദൈവമേ ഇതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ. വിടുവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. കാരണം അത് ദൈവത്തിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇവിടെയാണ് നമ്മിൽ പലർക്കും തെറ്റുപറ്റുന്നത്.
അന്ന് ദാനിയേലിന്റെ കൂട്ടുകാര് ദൈവത്തിന്റെ സർവാധികാരത്തെ, പരമാധികാരത്തെ മാനിച്ചിട്ട് രാജാവിനോട് പറയുകയാണ്, ഈ തീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. ഞങ്ങളുടെ ദൈവം സർവശക്തനാ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് രാജാവേ, അവൻ പരമാധികാരിയാണ്. അതുകൊണ്ട് രക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് അവന്റെ കാര്യമാണ്, ഞങ്ങളുടെ കാര്യമല്ല. അതുകൊണ്ട് ദൈവം അവന്റെ പരമാധികാരത്തിൽ ഞങ്ങളെ ഈ തീയിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അവൻ ഞങ്ങളെ രക്ഷിക്കും. ഇനി രക്ഷിക്കണ്ടെന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എങ്കിലും രാജാവേ, ഞങ്ങൾ നീ നാട്ടിയ ബിംബത്തെ ആരാധിക്കുകയില്ല. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നു. അതാണ് ദൈവത്തിന്റെ പരമാധികാരത്തെ മനസ്സിലാക്കി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഈ കഷ്ടം ദൈവമേ മാറ്റുവാൻ നീ നിന്റെ പരമാധികാരത്തിൽ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ കഷ്ടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്റെ ഈ രോഗത്തിൽ ഞാൻ മരിക്കണമെന്നാണ് ദൈവം തന്റെ പരമാധികാരത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ രോഗത്തിൽ നിന്നെ സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? ഈ രോഗം വരുവാൻ എന്റെ പാപമാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടേണ്ടത് എന്റെ ആവശ്യമാണ്. സ്തോത്രം. അല്ലാതെ എല്ലാം മാറിപ്പോകുവാനല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവിടെ അവർക്ക് പേടിയില്ലായിരുന്നു. രാജാവിന്റെ മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് പേടിയില്ലായിരുന്നു. കാരണം എന്താ? നമുക്ക് സദൃശവാക്യങ്ങളിലേക്കൊന്നും വരാം. പ്രോവേർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 24 ഓൺവേർഡ്സ്. സദൃശവാക്യങ്ങൾ 3:24 മുതലുള്ള വാക്യങ്ങൾ. നീ കിടക്കുവാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാവുകയില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. സ്തോത്രം. 21 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. വേഴ്സ് 21. മകനെ, ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. പേടി വരാതിരിക്കണമെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പേടിയെ അതിജീവിക്കണമെങ്കിൽ, ഭയത്തെ അതിജീവിക്കണമെങ്കിൽ പ്രോവേർബ്സ് 3:21 ഓൺവേർഡ്സ്, സദൃശവാക്യങ്ങൾ 3:21 മുതൽ പറയുന്നു, നീ ജ്ഞാനം പ്രാപിക്കണം. നീ ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. നീ നിന്റെ ദൈവത്തെ നന്നായി അറിയുവാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിലും നീ പേടിക്കത്തില്ല. നിന്റെ ഭയം നിന്നെ വിട്ടുപോകും. കാരണം നിന്നെ പൂർണ്ണമായി കരുതുവാൻ കഴിയുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ കഴിയുന്ന, നിനക്ക് പ്രൊവിഷൻ തരാൻ കഴിയുന്ന, നിനക്ക് പവർ തരുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, നമ്മെ കരുതുവാനും നമ്മെ സംരക്ഷിക്കുവാനും നമുക്ക് ശക്തി നൽകുവാനും കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്റെ സാഹചര്യങ്ങളിൽ ഞാൻ പതറുകയില്ല, ഞാൻ പേടിക്കുകയില്ല. കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. എനിക്ക് രോഗം വരുന്നോ, കഷ്ടം വരുന്നോ, അനർത്ഥം വരുന്നോ, അപകടങ്ങൾ വരുന്നോ, ഇതെല്ലാം ദൈവത്തിന്റെ പൂർണ്ണ അറിവോടും സമ്മതത്തോടു കൂടിയാണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എങ്കിലും എന്നെ സൂക്ഷിക്കുവാൻ അവൻ മതിയായവനും കൂടിയാണ്. അവന്റെ ഇഷ്ടമാണ് എനിക്ക് കഷ്ടം വരണോ, രോഗം വരണോ, എന്നെ ഒറ്റപ്പെടുത്തണമോ. ഇതെല്ലാം ദൈവം തന്റെ പരമാധികാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യുവാൻ ഞാൻ ആരുമല്ല. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അവന്റെ പരമാധികാരത്തെ നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ പരമാധികാരത്തെ. സങ്കീർത്തനം 62 നമുക്ക് പെട്ടെന്ന് വരാം. Psalm 62 verses 7 and 8. ഹല്ലേലൂയ. 62:7-8 വാക്യങ്ങൾ. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു, എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. ജനേ, എല്ലാവരും നിങ്ങളുടെ അവന്റെ മുമ്പിൽ പറയുവിൻ, ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ദൈവത്തിലായിരിക്കട്ടെ നമ്മുടെ ആശ്രയം. നമ്മുടെ സാഹചര്യങ്ങളിലാകരുത്. നമ്മുടെ സമ്പത്തിലോ നമ്മുടെ അറിവിലോ നമ്മുടെ പ്രശസ്തിയിലോ ഒന്നും ആയിരിക്കരുത് നമ്മുടെ ആശ്രയം. ദൈവത്തിൽ, അവന്റെ സർവാധികാരത്തെ തിരിച്ചറിഞ്ഞ് അവനിൽ നാം ആശ്രയിക്കണം. സ്തോത്രം.
യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇങ്ങനെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ജോൺ ചാപ്റ്റർ 14:1 ഓൺവേർഡ്സ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവേൻ, എന്നിലും വിശ്വസിക്കുവേൻ. ദൈവത്തിൽ വിശ്വസിക്കണം, ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4 അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. അതിന്റെ 30 വാക്യം, ആക്ട്സ് ചാപ്റ്റർ 4:30. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, എങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ? സ്തോത്രം. അപ്പോസ്തലന്മാര് സുവിശേഷം അറിയിച്ചപ്പോൾ അവരെ പിടിച്ചു. അധികാരികൾ അവരെ ഭീഷണിപ്പെടുത്തി, അവരെ തർജ്ജനം ചെയ്ത് വിട്ടയച്ചു. ഇനി മേലാൽ യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചാൽ നിങ്ങളെ ഉപദ്രവിക്കേണ്ടി വരും, നിങ്ങളെ ജയിലിലാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വിട്ടയക്കപ്പെട്ട അപ്പോസ്തലന്മാർ സഭയോട് വന്ന് പറഞ്ഞു. സഭ ഒന്നടങ്കം ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥന വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആക്ട്സ് ചാപ്റ്റർ 4:26 ഓൺവേർഡ്സ്, 26 മുതലുള്ള വാക്യങ്ങൾ, 24 ഓൺവേർഡ്സ്. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ദൈവത്തിന്റെ സർവാധികാരത്തെയും സർവശക്തിയെയും വെളിപ്പെടുത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത്. നീ സകലവും ഉണ്ടാക്കിയതാണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. 25-6 വാക്യങ്ങൾ ദൈവവചനത്തെ എടുത്തവർ പറയുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാർ നിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. എന്ന് പറഞ്ഞാൽ, ദൈവമേ, നീ നിന്റെ സർവജ്ഞാനത്തിൽ നേരത്തെ നിന്റെ ദാസനായ ദാവീദിലൂടെ പറഞ്ഞതായ പ്രവചനവാക്യങ്ങൾ ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സർവജ്ഞാനത്തെ അവരവിടെ പറയുകയാണ്. ദൈവമേ, നീ നേരത്തെ അരുളി ചെയ്തതാ, അതിപ്പോ സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ എന്താണ് അടുത്തത്? സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് പറയുകയാണ്. ദൈവമേ, നീ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. Now Lord, take note of their threats. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ ഭീഷണിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാനല്ല, ഈ കഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാനല്ല അവര് പ്രാർത്ഥിച്ചത്. ഈ ഭീഷണിയുടെ മധ്യത്തിലും നിന്റെ വചനം നീ ഞങ്ങളെ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. Grant us the grace to proclaim your gospel in these circumstances, in the midst of persecution. ഈ കഷ്ടങ്ങളിലും ഈ പ്രതികൂലങ്ങളിലും നിന്റെ വചനം ധൈര്യത്തോടെ സംസാരിപ്പാനുള്ള കൃപ നിന്റെ ദാസരുടെ മേൽ പകരണമേ. സ്തോത്രം. അവരെന്താ പറഞ്ഞത്? ദൈവമേ, നിന്റെ സർവാധികാരത്തെ ഞങ്ങൾ മാനിക്കുന്നു, ഞങ്ങളത് സമ്മതിക്കുന്നു. അവർ ഞങ്ങളെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിക്കുന്നു, ഉപദ്രവിച്ചോട്ടെ. ഞങ്ങളെ ജയിലിലടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നു, ജയിലിലടച്ചോട്ടെ. ഞങ്ങളെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നു, കൊന്നോട്ടെ. പക്ഷേ നീ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാനുള്ള കൃപ, ധൈര്യത്തോടെ ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഇത്രേ അവർ പ്രാർത്ഥിച്ചോളൂ. അവരുടെ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകർന്ന് അവരെ ദൈവശക്തിയാൽ നിറച്ചു. അവർ പിന്നെയും ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം സംസാരിച്ചു. സ്തോത്രം. അവരുടെ പേടി മാറ്റാൻ അവർ പ്രാർത്ഥിച്ചത്, സാഹചര്യം മാറ്റാനല്ല. സ്തോത്രം. അവർക്ക് ദൈവം ധൈര്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവാധികാരത്തെ, സ്തോത്രം, നാം മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, ലൂക്ക് ചാപ്റ്റർ 15:17 ഓൺവേർഡ്സ്, ആ ഭാഗം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അവിടെ ഒരു മുടിയൻ പുത്രനെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു ചെറുക്കനെ നാം കാണുന്നുണ്ട്.
അവൻ തനിക്ക് ലഭിക്കാമായിരുന്നതൊക്കെ മേടിച്ചു പോയി, എല്ലാം നഷ്ടപ്പെടുത്തി. അവസാനം അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. ഞാൻ അവനോട് മാപ്പ് പറയും. ഒരു വേലക്കാരനായിട്ടെങ്കിലും ഒരു അടിമയായിട്ടെങ്കിലും എന്നെ എടുക്കണമേ എന്ന് ഞാൻ അവനോട് പറയും. ഞാൻ അവനോടും ദൈവത്തോടും മാപ്പ് പറയും. ഇവിടെ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിനെയാണ് കർത്താവ് യേശു ആ ഉപമയിലൂടെ വെളിപ്പെടുത്തിയത്. അതായത് തൻ്റെ അപ്പനെ തിരിച്ചറിഞ്ഞതായ മകനാണ് ഇളയ മകൻ. എന്നാൽ ആ ഭവനത്തിൽ താമസിച്ച് അപ്പന്റെ ഇഷ്ടം അറിയാവുന്ന ഒരു മൂത്ത മകനുണ്ടായിരുന്നു. 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 29. അവിടെ ആ ഭാഗത്ത് മൂത്ത മകൻ വന്നപ്പോൾ വീട്ടിൽ വലിയ ഡാൻസും പാർട്ടിയും ഒക്കെ കണ്ട് അവൻ വീട്ടിൽ കയറാതെ നിൽക്കുകയാണ്. വലിയ കാളക്കുട്ടിയൊക്കെ അറുത്തു എന്ന് കേട്ടപ്പോൾ അവന് മനസ്സായില്ല അകത്ത് കയറാനായിട്ട്. അവൻ കോപിച്ച് നിന്നിട്ട് പറയുകയാണ്, 29-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 29. അവൻ അപ്പനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അപ്പന്റെ ഇഷ്ടം നന്നായിട്ട് അറിയാവുന്ന മൂത്ത മകൻ, പക്ഷെ എന്തറിഞ്ഞില്ല? അപ്പനെ അറിഞ്ഞില്ല, അപ്പനെ തിരിച്ചറിഞ്ഞില്ല, അപ്പന്റെ സ്വഭാവം അവൻ മനസ്സിലാക്കിയില്ല. അപ്പന്റെ ഇഷ്ടമൊക്കെ തിരിച്ചറിഞ്ഞു, പക്ഷെ അപ്പനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ജീവിതകാലം മുഴുവൻ അപ്പന്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ചവനാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു സുഖവുമില്ലായിരുന്നു, ഒരു സന്തോഷവുമില്ലായിരുന്നു, ഒരു സംതൃപ്തിയുമില്ലായിരുന്നു. എന്നാൽ സകലതും മുടിച്ച് മടങ്ങി വന്നവൻ അവൻ അപ്പന്റെ ഇഷ്ടം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിലും ഒരു കാര്യം അവൻ തിരിച്ചറിഞ്ഞു: അവൻ അപ്പനെ തിരിച്ചറിഞ്ഞവനാണ്. സ്തോത്രം. അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. എന്റെ അപ്പനോട് മാപ്പ് പറഞ്ഞാൽ അപ്പൻ എന്നെ സ്വീകരിക്കും എന്ന് അപ്പനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. ഈ തിരിച്ചറിവാണ് ഇന്ന് സഭയ്ക്ക് വേണ്ടിയത്. ദൈവസഭയ്ക്ക് വേണ്ടിയത് ഈ തിരിച്ചറിവാണ്. ദൈവഹിതമെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നത് അക്ഷരം പ്രതി ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ നാം തിരിച്ചറിഞ്ഞോ? ദൈവത്തെ നാം തിരിച്ചറിഞ്ഞോ? ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇന്ന് വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത് ഇതാണ്: ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിച്ചു വരണം. എന്തിനാ? ദൈവത്തെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കുവാൻ. നാം ഇങ്ങനെ എല്ലാം അനുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ. ദൈവത്തെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് നാം അറിയണം. ഒന്നാമതായിട്ട് അവന്റെ പരമാധികാരത്തെ നാം തിരിച്ചറിയണം. എന്തും നമ്മോട് ചെയ്യുവാൻ അവന് അധികാരമുണ്ട്. നാം അവന്റെ സൃഷ്ടികളാണ്. നമ്മെ ജീവനോടെ വയ്ക്കണമോ? നമ്മെ കഷ്ടപ്പെടുത്തണമോ? നമുക്ക് രോഗം തരണമോ? അപകടത്തിൽപ്പെടുത്തണമോ? നമുക്ക് സുഖം തരണമോ? നമ്മെ രോഗത്തിൽ സൗഖ്യമാക്കണമോ? ഇതെല്ലാം തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള, അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് നാം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടാകും, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാകും. നാം പൂർണ്ണമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം: ദൈവമേ, നിന്നെ ഒന്ന് നന്നായി അറിയുവാൻ നിന്നെ തന്നെ എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. നിന്നെ മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങള് എന്തിനാണെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിന്മനമിളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ.